ട്രെയിലർ ഏതായാലും ഹലോ ഓൾ, ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന താങ്കലാൻ പടത്തിന് ട്രെയിലർ വന്നിട്ടുണ്ട്. രഞ്ജിത്താണ് പടം ചെയ്യുന്നത്, ചിയാൻ വിക്രമാണ് ലീഡ് റോൾ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ജി വി പ്രകാശാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു റോളിലാണ് ചിയാൻ വിക്രം വരുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു കാട്ടുവാസി സെറ്റപ്പിലൊക്കെയാണ് പടം വരുന്നത്. എന്താണ് സംഭവം ടീസർ കണ്ടപ്പോൾ നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. സൺ ഓഫ് ഗോൾഡോ അങ്ങനെ എന്തോ ആണ് നമ്മൾ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ല എന്താ സംഭവം. ഈ സ്വർണ്ണ ഖനിക്കാരെ കുറിച്ച് എന്തോ ആണെന്ന് തോന്നുന്നു. ട്രെയിലർ വന്നിട്ടുണ്ട്, എന്താണെങ്കിലും കൂടുതൽ സംശയമൊന്നും അടിക്കണം. ട്രെയിലർ ഒന്ന് കണ്ടു കളയാം. സ്റ്റുഡിയോ ഗ്രീൻ പ്രസൻസ്. அப்படி என்னதான் ஓடுவோம் மண்ணே இருக்கிற உலகத்துல. His Excellency Mr. Clement Dore அவரு உங்க உபகாரம் நாடி இந்த கிராமத்துக்கு விஜயம் பண்ணிருக்கார். இந்த வேலையை செய்யறதுக்கு நம்மளை விட்ட வேற ஆளே கிடையாதான். இதுதான் பண்ணுகிறேன். സ്വർണം അത് തന്നെ. வாழ்க்கை எல்லாம் விட்ட வெளிச்சமாயிடும். இங்க பொண்ணு எடுக்கிறது நம்ம உயிரை நாமே எடுக்கிறதுக்கு சமம். இதானே எங்க பேய்க்குது பிசாசிக்குதுன்னு சொன்னா. ഓ எல்லாம் புரியும் மாய சூனியக்காரன் யாராம்? சூனியக்காரன் இல்ல சங்கோனே, சூனியக்காரி ஆரத்தி. அவதான் உண்மை இல்லையே. அந்த சூனியக்காரர்களை யாருமே கட்டவே முடியாதா? கட்டுவோம், நான் கட்டுறேன். சாவுக்கு துணிஞ்சவனுக்கு மட்டும்தான் இங்க வாழ்க்கை. സ്വർണ്ണമാണോ മുഖത്ത് വെച്ചേക്കുന്നത്? സ്വർണം ഖനനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതൊക്കെ പറ്റിയൊക്കെ ആയിരിക്കും ആണെന്ന് തോന്നുന്നു, ആണ് പടം. അതിൻ്റെ ഒരു സംഭവം കാണുന്നുണ്ട് ഇതിനകത്ത്. എന്തായാലും ട്രെയിലർ കൊള്ളാം, നൈസായിട്ടുണ്ട് സാധനം. പിന്നെ VFXൻ്റെതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളിങ്ങനെ ഇറച്ചി നിൽക്കുന്നതല്ലാതെ വേറെ ഒരു വ്യത്യസ്തമായ ഒരു സാധനമൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിച്ച് പോലുള്ള ഒരു ആരതി എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കുന്നതായിക്കൊണ്ട് പുള്ളിക്കാരിക്ക് ഒരു എക്സ്ട്രാ പവറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബ്രിട്ടീഷുകാർ വരുന്നുണ്ട് ഇടയ്ക്ക്. ചിയാൻ വിക്രമത്തിൻ്റെ റോൾ ഇങ്ങനെ അവരുടെ വേഷം കിട്ടും കണ്ടില്ലേ, പുള്ളിക്ക് അവർക്ക് എന്തെങ്കിലും സഹായിച്ചു കൊടുത്തപ്പോഴത്തേനും അവരിങ്ങനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് സന്തോഷപ്പെടുത്തി വിട്ടതൊക്കെ ആയിരിക്കും. അടിപൊളിയായിട്ടുണ്ട്, ട്രെയിലർ കൊള്ളാം. തിയേറ്ററിൽ പോയി കാണാനുള്ള സാധനം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കുറച്ച് നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പടം. രഞ്ജിത്തിന്റെ മുന്നത്തെ പടങ്ങളെ പോലെ എന്നല്ല, ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പണി എടുത്തിട്ടുണ്ടെന്ന് തോന്നി പടം. ട്രെയിലർ ആയാലും നൈസായിട്ടുണ്ട്. അപ്പം ഇതിന്റെ ബാക്കി വരുമ്പോഴത്തേനും ഇങ്ങനെ ആയിരിക്കും നടത്തില്ല പടം വരുമ്പോഴത്തേനും. രഞ്ജിത്ത് അങ്ങനെ നമുക്കറിയാൻ മേലാത്ത ഡയറക്ടറൊന്നുമല്ലല്ലോ. മദ്രാസ്, പിന്നെ കാല, തർപ്പട്ട പരമ്പര, കബാലിയൊക്കെ ചെയ്തിട്ടുള്ള നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുള്ള ഡയറക്ടറാണ്. അപ്പം പുള്ളി ഒരു വെറൈറ്റി സാധനമായിട്ട് വരുമ്പോഴത്തേനും എല്ലാ പടത്തിലും പുള്ളിയതായ പൊളിറ്റിക്സും കാര്യങ്ങളും എല്ലാം പുള്ളി കാണിച്ച് പോകുന്നുണ്ട്. ഒരു പൊളിറ്റിക്സ് ഉണ്ട് പുള്ളിയുടെ പടത്തിലെല്ലാം. അതൊക്കെ കാണാൻ വേണ്ടിയാണ് എനിക്ക് ആഗ്രഹം. ഇപ്പോൾ പാരഞ്ജിത്തിന്റെ പടം എന്നൊക്കെ പാരഞ്ജിത്ത്, വെട്രിമാരൻ, മാരി സെൽവരാജ് അങ്ങനെയുള്ള ആൾക്കാരുടെ പടം നിർമ്മിതത്തിൽ എനിക്ക് പ്രത്യേക ഒരു താല്പര്യമൊക്കെ ഉണ്ട്. അതിൻ്റെ അവരുടേതായ ഓരോ പൊളിറ്റിക്സും കാര്യങ്ങളെല്ലാം അവരതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കും പടത്തിൽ. അപ്പം അത് കാണാൻ വേണ്ടി എനിക്ക് ആഗ്രഹം. അപ്പം റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. റിലീസിനെ പറ്റി ഒന്നും പറഞ്ഞു പോയിട്ടില്ല. ഞാൻ കാണാനാണെന്നും അറിയത്തില്ല. ഇവിടെ തിയേറ്ററിൽ വരട്ടെ, വിജയമാവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. അടിപൊളി.